+1 ബോട്ടണിയിലെ ക്വസ്റ്റ്യൻ ആൻസർ സീരീസിലെ രണ്ടാം ഭാഗമാണ്. ഇതിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബ്രയോഫൈറ്റയിലെയും ടെറിഡോഫൈറ്റയിലെയും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ബ്രയോഫൈറ്റ്സ് ആർ കോൾഡ് ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം. വൈ? Bryophytes can live in soil but are dependent on water for sexual reproduction. Hence they are called amphibians of the plant kingdom. ബ്രയോഫൈറ്റ് എന്തുകൊണ്ട് ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നു? അതായത് സസ്യലോകത്തിലെ ആംഫിബിയൻസ് ആണ് ബ്രയോഫൈറ്റ്സ്. നിങ്ങൾക്കറിയാം, ആംഫിബിയൻസ് എന്ന് പറഞ്ഞാൽ കരയിലും വെള്ളത്തിലും ഒരേപോലെ ജീവിക്കാൻ കഴിയുന്ന ജന്തുക്കളെയാണ് ആംഫിബിയൻസ് എന്ന് വിളിക്കുക. ഇവിടെ നോക്കാം, ബ്രയോഫൈറ്റ്സ് ക്യാൻ ലിവ് ഇൻ സോയിൽ. പക്ഷെ ബ്രയോഫൈറ്റ്സ് സാധാരണയായിട്ട് സോയിലാണ് ജീവിക്കുന്നത്, അല്ല മണ്ണിലാണ് കാണപ്പെടുന്നത്. പക്ഷെ അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ആ ജലത്തിൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് അവയെ ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഒരേ സമയം അവയ്ക്ക് ജലത്തിലും കരയിലും ജീവിക്കാൻ പറ്റും എന്നുള്ളതല്ല. വാട്ട് ആർ ഗ്യാമറ്റോഫൈറ്റ്സ്? ദ ഗ്യാമറ്റ് ബെയറിംഗ് ഇൻഡിവിജ്വൽ ഓർ ഫേസ് ഇൻ ദ സൈക്കിൾ ഓഫ് എ പ്ലാന്റ് ഹാവിംഗ് alternation of generations. It is a haploid multicellular organism that develops from a haploid spore. ഗാമറ്റോഫൈറ്റ് എന്നാൽ എന്ത്? ഒരു ഹാപ്ലോയിഡ് സ്പോറിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന മൾട്ടിസെല്ലുലാർ ഓർഗാനിസമാണ് ഗാമറ്റോഫൈറ്റ്. സാധാരണയായി ഗാമറ്റ് ബെയറിംഗ് ഇൻഡിവിജ്വലാണ്. അതായത് മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും പ്രൊഡ്യൂസ് ചെയ്യുവാൻ കഴിവുള്ള പ്ലാന്റ്സുകളെയാണ് സാധാരണ രീതിയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുക. ഇത്തരം പ്ലാന്റ്സുകളുടെ പ്രത്യേകത, ഇതിന് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് ഉണ്ടായിരിക്കും. അതായത് തലമുറകളുടെ രൂപാന്തരണം. അതായത് ഒരു ജീവിയുടെ ജീവിതചക്രത്തിൽ ഒന്നിലധികം തലമുറകൾ ഒന്നിടവിട്ട് വരും. അങ്ങനെ ഒന്നിടവിട്ട് വരുന്നതിൽ ഒരു വിഭാഗമാണ് ഗാമറ്റോഫൈറ്റ്. രണ്ടാമത്തെ വിഭാഗമാണ് സ്പോറോഫൈറ്റ്. വാട്ട് ഈസ് സ്പോറോഫൈറ്റ്? എ സ്പോറോഫൈറ്റ് ഈസ് ദ ഡിപ്ലോയിഡ് മൾട്ടിസെല്ലുലാർ സ്റ്റേജ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് എ പ്ലാന്റ്. ഇറ്റ് ഡെവലപ്സ് ഫ്രം ദ സൈഗോട്ട്. ഒരു സൈഗോട്ടിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന ഡിപ്ലോയിഡ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിനെയാണ് സ്പോറോഫൈറ്റ് എന്ന് വിളിക്കുക. സാധാരണയായി സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ സ്പോർ പ്രൊഡ്യൂസിങ് പ്ലാന്റ് എന്നാണ് അർത്ഥം. ഇവ ഹാപ്ലോയിഡ് സ്പോർട്സാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വാട്ട് ഈസ് ആന്ത്രഡിയം? An antheridium is a haploid structure or organ producing and containing male gametes called anthrozoids or sperm. They are present in the gametophyte phase of cryptogams like bryophytes and ferns and in many algae and some fungi. താഴ്ന്ന ഇനം സസ്യങ്ങളായ ബ്രയോഫൈറ്റ്സ്, ഫേൺസ്, ആൽഗെ ആൻഡ് ഫഞ്ചൈ എന്നിവയിൽ മെയിൽ ഗാമറ്റ്സുകളായ ആന്ത്രോസോയിഡ്സ് ഓർ സ്പേം അവയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ സെക്സ് ഓർഗനെയാണ് ആന്ത്രഡിയം എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ താഴ്ന്ന ഇനം സസ്യങ്ങളിലെ മെയിൽ സെക്സ് ഓർഗനെയാണ് ആന്ത്രഡിയം എന്ന് വിളിക്കുന്നത്. താഴ്ന്ന ഇനം സസ്യങ്ങളിലെ ഫീമെയിൽ സെക്സ് ഓർഗനാണ് ആർച്ചിഗോണിയം. ഇത് സാധാരണയായി ഹാപ്ലോയിഡ് ഫീമെയിൽ ഗാമേറ്റ്, ഓവം അല്ലെങ്കിൽ എഗ്ഗ് ഉൽപ്പാദിപ്പിക്കുന്നു. എക്സാമ്പിൾസ്: ഫ്യൂണേറിയ, പോളിട്രിക്കം ആൻഡ് സ്ഫാഗ്നം. What are gemmae? Gemmae are green multicellular asexual buds develops in small receptacles called gemma cup located on the thalli in liverworts. The gemmae become detached from the parent body and germinate to form new individuals. Gemma സിംഗുലർ വാക്കും ജെമ്മെ പ്ലൂറൽ വാക്കുമാണ്. ബ്രയോഫൈറ്റയിലെ ലോവർ ഫോംസ് ആണ് ലിവർവർട്സ്. അവയുടെ താലസിൽ കാണപ്പെടുന്ന കപ്പ് പോലെയുള്ള റിസപ്റ്റക്കിളിൽ കാണുന്ന ഗ്രീൻ മൾട്ടിസെല്ലുലാർ എസെക്ഷൽ ബഡ്സുകളെയാണ് ജെമ്മ എന്ന് വിളിക്കുക. ഈ പേരൻ്റ് ബോഡിയിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് പോകുന്ന ജെമ്മകൾ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്ത് പുതിയ ഇൻഡിവിജ്വൽസ് ഉണ്ടാകുന്നു. വാട്ട് ഈസ് പ്രോട്ടോണിമ? എ പ്രോട്ടോണിമ ഈസ് എ ക്രീപ്പിംഗ് ഗ്രീൻ ത്രെഡ് ലൈക്ക് ചെയിൻ ഓഫ് സെൽസ് that forms the earliest stage of development of the gametophyte haploid phase in the life cycle of mosses, develops directly from a spore. മോസ് പ്ലാന്റിലെ ഹാപ്ലോയിഡ് സ്പോറുകൾ ജെർമിനേറ്റ് ചെയ്തുണ്ടാകുന്ന സ്ട്രക്ചറാണ് പ്രോട്ടോണിമ. ഇത് ഭൂമിക്ക് സമാന്തരമായിട്ടാണ് വളരുന്നത്. ഇത് പച്ച കളറുള്ളതും നൂല് പോലെ ബ്രാഞ്ചസ് ഉള്ളതുമാണ്. ഇത്തരം പ്രോട്ടോണിമ ഗാമറ്റോഫൈറ്റ് സ്റ്റേജിൻ്റെ ഏർലിയസ്റ്റ് സ്റ്റേജായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇതാണ് പിന്നീട് ഒരു യഥാർത്ഥ ഗാമറ്റോഫൈറ്റ് ആയി വളരുക. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രയോഫൈറ്റ്സ്. ബ്രയോഫൈറ്റുകളുടെ സാമ്പത്തിക പ്രാധാന്യം. സം മോസസ് പ്രൊവൈഡ് ഫുഡ് ഫോർ ഹെർബേഷ്യസ് മാമൽസ്, ബേർഡ്സ് ആൻഡ് അതർ അനിമൽസ്. സാധാരണ മോസിലെ ചില സ്പീഷീസുകൾ ബേഡ്സുകൾക്കും മാമൽസുകൾക്കും മറ്റു ചില ജന്തുക്കൾക്കും ആഹാരമാണ്.
ബി സ്പീഷീസ് ഓഫ് സ്പാഗ്നം യൂസ്ഡ് ആസ് എ ഫ്യൂവൽ, അതായത് ഫ്യൂവലായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്ലാന്റാണ് സ്ഫാഗ്നം. സി ബിക്കോസ് ഓഫ് ദെയർ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി മോസസ് ആർ യൂസ്ഡ് ആസ് എ പാക്കിംഗ് മെറ്റീരിയൽ ഫോർ ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് ലിവിങ് മെറ്റീരിയൽസ്. സാധാരണ മോസുകൾക്ക് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവുള്ളതിനാൽ ചില ചെടികളൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ദൂര സ്ഥലത്തേക്ക് വാടാതെ കൊണ്ടുപോകണമെങ്കിൽ ഇവയുടെ വേരിൻ്റെ ഭാഗത്ത് മണ്ണിന് പകരം ഈ മോസ് പ്ലാന്റ് വെച്ച് കെട്ടിയാൽ മതി. കാരണം ഈർപ്പമുള്ളത് കൊണ്ട് ഇവ വാടാതെ കൂടുതൽ സമയം നിലനിൽക്കും. ഡി ദേ ഡീകമ്പോസ് റോക്സ് മേക്കിംഗ് ദ സബ്സ്ട്രേറ്റ് സ്യൂട്ടബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് ഹയർ പ്ലാന്റ്സ്. സാധാരണ പാറപ്പുറത്താണ് മോസ് പ്ലാന്റുകൾ വളരുന്നതെങ്കിൽ അവയുടെ റൂട്ട് ശ്വസനഫലമായി പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡും അറ്റ്മോസ്ഫിയറിലെ വാട്ടറും കൂടി ചേർന്ന് കാർബോണിക് ആസിഡ് ഉണ്ടാകുകയും ഇതിൻ്റെ പ്രവർത്തന ഫലമായി പാറയുടെ സർഫസ് പൊടിഞ്ഞ് മണ്ണുണ്ടാകുകയും ഈ മണ്ണിൻ്റെ അംശം മറ്റുള്ള ഹയർ പ്ലാന്റ്സുകൾക്ക് വളരുന്നതിന് സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ദേ പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ. സാധാരണ ഈർപ്പമുള്ള മണ്ണിൽ ഇവ പറ്റിപ്പിടിച്ച് വളരാറുണ്ട്. അങ്ങനെ ഇവ കൂട്ടത്തോടെ പച്ച പരവതാനി വിരിച്ച പോലെ കാണുകയാണെങ്കിൽ ആ മണ്ണൊലിപ്പ് തടയുന്നതിന് കാരണമാകുന്നു. What are pteridophytes? They are the first terrestrial plants to possess vascular tissues like xylem and phloem. അതായത് വാസ്കുലർ ടിഷ്യൂസായ സൈലവും ഫ്ലോയവും ആദ്യമായി രൂപം കൊണ്ട ടെറസ്ട്രിയൽ പ്ലാന്റ്സുകളാണ് ടെറിഡോഫൈറ്റ്സ്. സ്പോറോഫിൽ. A sporophyll is a leaf that bears sporangia. Both microphyls and megaphylls can be a sporophyll. In heterosporous plants, sporophylls, whether they are microphyls or megaphylls, bear either megasporangia and thus are called megasporophylls, or microsporangia and are called microsporophylls. Sporophyll, അതായത് സ്പോർ പ്രൊഡ്യൂസിങ് ലീഫ് എന്നർത്ഥം. സ്പോർ PHYL എന്ന് പറഞ്ഞാൽ ലീഫ് എന്നാണ് അർത്ഥം. അപ്പോൾ സ്പോർ പ്രൊഡ്യൂസിങ് ലീഫുകളെയാണ് സാധാരണയായി സ്പോറോഫിൽ എന്ന് വിളിക്കുക. ഈ സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പൊറാഞ്ചിക്കകത്താണ്. ഇത് രണ്ട് ടൈപ്പാണ് കാണപ്പെടുന്നത്. ഒന്ന് മൈക്രോഫിൽസ്, മറ്റൊന്ന് മെഗാഫിൽസ്. മൈക്രോഫിൽസ് സ്പൊറാഞ്ച പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിനെ മൈക്രോസ്പൊറാഞ്ച എന്നും, മെഗാഫിൽസും സ്പൊറാഞ്ച പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അവയെ മെഗാസ്പൊറാഞ്ച എന്നും വിളിക്കും. അപ്പോൾ മൈക്രോസ്പൊറാഞ്ച ഉള്ള ലീഫുകളെ മൈക്രോസ്പോറോഫിൽ എന്നും, മെഗാസ്പൊറാഞ്ച പ്രൊഡ്യൂസ് ചെയ്യുന്ന ലീഫുകളെ മെഗാസ്പോറോഫില്ലുകളെന്നും വിളിക്കുന്നു. മൈക്രോസ്പോറോഫിൽ അല്ലെങ്കിൽ മൈക്രോസ്പോർസ് അത് ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെയാണ് സൂചിപ്പിക്കുന്നത്. മെഗാസ്പോറുകൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു പ്ലാന്റ്സിൽ രണ്ട് ടൈപ്പ്, അതായത് മൈക്രോസ്പോറോഫില്ലും മെഗാസ്പോറോഫില്ലും ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഹെട്രോസ്പോറസ് കണ്ടീഷൻ. മൈക്രോസ്പോറോഫില്ലും മെഗാസ്പോറോഫില്ലും ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. വാട്ട് ഈസ് പ്രോതാലസ്? A prothalus is usually the gametophyte stage in the life of a fern or other pteridophyte. Occasionally, the term is used to describe the young gametophyte of a liverwort or peat moss as well. Prothalus develops from a germinating spore. ടെറിഡോഫൈറ്റിലെ യങ് ഗാമറ്റോഫൈറ്റുകളെയാണ് പ്രോഥാലസ് എന്ന് വിളിക്കുക. ഇത് സ്പോറുകൾ ഡെവലപ്പ് ചെയ്തുണ്ടാകുന്നതാണ്. ഇത് പേപ്പർ പോലെ അല്ലെങ്കിൽ ഒരു ലീഫ് പോലെ പരന്ന് ഗ്രീൻ പച്ച കളറിലുള്ള ഹാർട്ട് ലൈക്ക് സ്ട്രക്ചറാണ്. വാട്ട് ഈസ് ഹോമോസ്പോറി? ഹോമോസ്പോറി ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് വൺ കൈൻഡ് ഓഫ് സ്പോർസ് ഉള്ളി ബൈ വേരിയസ് പ്ലാന്റ്സ് സച്ച് ആസ് ക്ലബ് മോസസ് ആൻഡ് ഹോൾസ്റ്റൈൽസ്. അതായത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള സ്പോറുകളെ മാത്രം, അതായത് മൈക്രോസ്പോറുകളെന്നോ മെഗാസ്പോറുകളെന്നോ വേർതിരിവില്ലാതെ ഒരു തരം സ്പോറുകളെ മാത്രം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് ഹോമോസ്പോറി എന്ന് വിളിക്കുക. സാധാരണ ക്ലബ് മോസസുകളും ഹോൾസ്റ്റൈൽസുകളുമാണ് ഇത്തരം ഹോമോസ്പോറി കാണിക്കുന്നത്. ക്ലബ് മോസസ് എന്ന് പറഞ്ഞാൽ ബ്രയോഫൈറ്റിൻ്റെ ഒരു മെമ്പറാണ്. ഹോൾസ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ അതൊരു ടെറിഡോഫൈറ്റൻ മെമ്പറാണ്. രണ്ട് വ്യത്യസ്ത തരം സ്പോറുകളായ മൈക്രോസ്പോറുകളും മെഗാസ്പോറുകളും പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടീഷനെയാണ് ഹെറ്ററോസ്പോറസ് കണ്ടീഷൻ എന്ന് വിളിക്കുക. മൈക്രോസ്പോർ മെയിലിനെയും മെഗാസ്പോർ ഫീമെയിലിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നു. Heterospory and seed habit in pteridophytes. In heterosporous condition, the megaspores and microspores germinate and give rise to female and male gametophytes respectively. The female gametophytes in these plants are retained on the parent sporophyte for variable periods. The development of the zygote into young embryo takes place within the female gametophytes. This event is a precursor to the seed habit, considered as
ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ എവല്യൂഷൻ. ഹെറ്ററോസ്പോറി ആൻഡ് സീഡ് ഹാബിറ്റ്സ്. ഹെറ്ററോസ്പോറസ് കണ്ടീഷനിൽ മൈക്രോസ്പോർ വളർന്ന് മെയിൽ ഗ്യാമറ്റോഫൈറ്റും മെഗാസ്പോർ വളർന്ന് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റും ആകുന്നു. ഇത്തരം പ്ലാന്റ്സിൽ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് പേരൻ്റ് സ്പോറോഫൈറ്റിൽ തന്നെ റീറ്റെയിൻ ചെയ്യുകയും സൈഗോട്ടും എംബ്രിയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് അല്ലെങ്കിൽ ഈ സംഭവം പരിണാമശ്രേണിയിൽ അടുത്ത സസ്യവിഭാഗമായ ജിംനോസ്പേമുകളിൽ സീഡുകൾ ഉണ്ടാകുന്നതിൻ്റെ മുന്നോടിയാണ് അല്ലെങ്കിൽ പ്രീകഴ്സർ ആയിട്ടാണ് കണക്കാക്കുന്നത്. വാട്ട് ആർ കോറലോയിഡ് റൂട്ട്സ്? ഇൻ സൈക്കാസ് സം ഓഫ് ദ ലാറ്റർ റൂട്ട്സ് ഗിവ് ഔട്ട് ബ്രാഞ്ചസ് which grow vertically upward just below the ground level. They branch repeatedly to form dwarfed dichotomously branched coral-like masses. They are called the coraloid roots or coralorhiza. They are associated with nitrogen-fixing cyanobacteria called Anabina. കോറലോയിഡ് റൂട്ട് മീൻസ് പവിഴപ്പുറ്റുകൾ പോലെയുള്ള റൂട്ട്സുകൾ. സൈക്കാസ് അതായത് ജിംനോസ്പേം വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ് സൈക്കാസ്. ഇതിൻ്റെ ചില ലാറ്റർ റൂട്ട്സുകൾ മണ്ണിന് മുകളിലേക്ക് വളർന്നു വരികയും അത് റിപ്പീറ്റഡായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു കോറൽ പോലെ തോന്നിപ്പിക്കുന്ന റൂട്ട് മാസ് ഓഫ് റൂട്ടായി മാറുകയും ചെയ്യുന്നു. അത്തരം സ്ട്രക്ചേഴ്സ് ഉള്ള റൂട്ടിനെ അല്ലെങ്കിൽ കോറൽ പോലെ തോന്നിക്കുന്ന റൂട്ടുകളായതുകൊണ്ടാണ് അവയെ കോറലോയിഡ് റൂട്ടുകളെന്ന് വിളിക്കുക. ഇതൊരു ഡ്വാർഫ്ഡ് ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ചഡ് കോറൽ ലൈക്ക് മാസ് ആണെന്ന് പറഞ്ഞാൽ, ഡ്വാർഫ്ഡ് എന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞത്, ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു റൂട്ടിൻ്റെ അല്ലെങ്കിൽ മണ്ണിന് മുകളിലേക്ക് വന്ന റൂട്ടിൻ്റെ അഗ്രഭാഗം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ അഗ്രവും വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, അത് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ റിപ്പീറ്റഡ് ഡൈക്കോട്ടമസ് ബ്രാഞ്ച് ചെയ്യും, പക്ഷേ നീളം വയ്ക്കത്തില്ല. അതുകൊണ്ടാണ് ഡ്വാർഫ്ഡ് സ്ട്രക്ചർ എന്ന് പറയുക. അപ്പം അങ്ങനെ സൈക്കാസ് പ്ലാന്റിൻ്റെ ലാറ്ററൽ റൂട്ടുകൾ മുകളിലോട്ട് വന്ന് അത് ഇതേപോലെ ഡൈക്കോട്ടമസ് റിപ്പീറ്റഡായിട്ട് ഡിവൈഡ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു കോറൽ ലൈക്ക് മാസിനെ പോലെ തോന്നിക്കുന്ന റൂട്ടുകളായതുകൊണ്ടാണ് ഇത്തരം റൂട്ടുകളെ കോറലോയിഡ് റൂട്ട്സുകളെന്ന് വിളിക്കുക. വാട്ട് ഈസ് ദ മൈക്കോറൈസ? എ മൈക്കോറൈസ ഈസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ എ ഗ്രീൻ പ്ലാന്റ് ആൻഡ് എ ഫംഗസ്. ദ പ്ലാന്റ് മേക്സ് ഓർഗാനിക് മോളിക്യൂൾസ് സച്ച് ആസ് ഷുഗേഴ്സ് ബൈ photosynthesis and supplies them to the fungus, and the fungus supplies to the plant water and mineral nutrients such as phosphorus taken from the soil. ഒരു ഗ്രീൻ പ്ലാന്റ്സിൻ്റെ റൂട്ട്സും ഫംഗസും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷനെയാണ് മൈക്കോറൈസ എന്ന് വിളിക്കുന്നത്. മൈക്കോ മീൻസ് ഫംഗസ്, റൈസ മീൻസ് റൂട്ട്സ് അല്ലെങ്കിൽ റൈസേഴ്സ്. ഈ ബന്ധത്തിൽ ഗ്രീൻ പ്ലാന്റ്സുകൾ സിന്തസൈസ് ചെയ്യുന്ന ഓർഗാനിക് മോളിക്യൂൾ അല്ലെങ്കിൽ ഷുഗേഴ്സ് ഫംഗസിന് കൊടുക്കുകയും ഫംഗസ് തിരികെ വാട്ടറും മിനറൽസും പ്രധാനമായി ഫോസ്ഫറസ് അബ്സോർബ് ചെയ്ത് പ്ലാന്റ്സിന് കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒരു മൈക്കോറൈസ അസോസിയേഷനിൽ ഫംഗസും ഗ്രീൻ പ്ലാന്റ്സും തമ്മിലുള്ള ബന്ധം. വാട്ട് ആർ സ്ട്രൊബൈലൈ ഓർ കോൺസ്? ദി ജിംനോസ്പേംസ് ആർ ഹെറ്ററോസ്പോറസ്. ദേ പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ് ആൻഡ് മെഗാസ്പോർസ്. The two kinds of spores are produced within sporangia that are borne on sporophylls which are arranged spirally along an axis to form lax or compact strobili or cones. ജിംനോസ്പേമിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സുകളെയാണ് കോൺസ് ഓർ സ്ട്രൊബൈലി എന്ന് വിളിക്കുക. ജിംനോസ്പേംസ് ഹെറ്ററോസ്പോറസ് ആണ്. ഇവ ഹാപ്ലോയിഡ് മൈക്രോസ്പോർസും മെഗാസ്പോർസും ഡെവലപ്പ് ചെയ്യുന്നു. സ്പോറോഫിലിൽ കാണുന്ന സ്പൊറാഞ്ചിക്കകത്താണ് സ്പോറുകൾ ഉണ്ടാകുന്നത്. ധാരാളം സ്പോറോഫില്ലുകൾ ഒരു ആക്സിസിനെ ചുറ്റി കോമ്പാക്റ്റായി ക്രമീകരിച്ചിരിക്കുന്നതിനാൽ ഇവയ്ക്ക് കോൺ ഷേപ്പ് ഉണ്ടാകുന്നു. അതിനാലാണ് ഇവയെ കോൺസ് ഓർ സ്ട്രൊബൈലൈ എന്ന് വിളിക്കുന്നത്. വാട്ട് ആർ ജിംനോസ്പേംസ്? ജിംനോസ്പേംസ് ആർ ഫാനറോഗാംസ് വിത്തൗട്ട് ഓവറി ഓർ ദയർ നേക്കഡ് സീഡ് ബെയറിംഗ് പ്ലാന്റ്സ്. വാട്ട് ആർ ദ സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻസ് ഓഫ് ജിംനോസ്പേം? In conifers, needle-like leaves, thick cuticle, and sunken stomata help to reduce water loss in extremes of temperature, humidity, and wind. മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങളെയാണ് സാധാരണ സീറോഫൈറ്റ് എന്ന് പറയുക. മരുഭൂമിയിൽ വളർന്ന സസ്യങ്ങൾക്ക് ജലനഷ്ടം ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേക അനുകൂലനങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതേ അനുകൂലനങ്ങൾ ജിംനോസ്പേമുകളിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നത്. വാട്ട് ആർ ദ സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻസ് ഓഫ് ജിംനോസ്പേംസ്? അതായത് ജിംനോസ്പേംസിന് മരുഭൂമിയിൽ കാണപ്പെടുന്ന സസ്യങ്ങളുടേതുപോലെ കാണപ്പെടുന്ന അനുകൂലനങ്ങൾ എന്തൊക്കെയെന്ന്. കോണിഫേഴ്സ് ജിംനോസ്പേം വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ്സുകളാണ്.
ഇവയുടെ പ്രത്യേകത ഇതിൻ്റെ ലീഫ് നീഡിൽ ലൈക്കായിരിക്കും, അല്ലെങ്കിൽ ഈർക്കൽ പോലെ ഇരിക്കും. തൊട്ട് മുമ്പിലുള്ള സൈഡിൽ നിങ്ങൾക്ക് അത്തരം ഒരു പ്ലാന്റ്സിൻ്റെ ചിത്രം കാണാവുന്നതാണ്. ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൈൻ മരങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കാറ്റാടി മരത്തിൻ്റെ ലീഫ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈർക്കൽ പോലെ ഇരിക്കും. അപ്പോൾ ബ്രോഡ് അല്ലാത്തത് കൊണ്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന പ്രതലത്തിൻ്റെ വിസ്തീർണം കുറയുന്നത് വഴി ജലനഷ്ടം ഒഴിവാക്കാൻ സാധിക്കുന്നു. മറ്റൊരു പ്രത്യേകത തിക്ക് ക്യൂട്ടിക്കിളിൻ്റെയും സങ്കൺ സ്റ്റൊമാറ്റയുടെയും സാന്നിധ്യമാണ്. ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ ലീഫ്, സ്റ്റെമ്മ്, റൂട്ട് തുടങ്ങിയവയുടെ ബാഹ്യാവരണമാണ്. ഇവിടെ ഈ കോണിഫേഴ്സ് അല്ലെങ്കിൽ നീഡിൽ ലൈക്ക് ലീവ്സിൽ ക്യൂട്ടിക്കിൾ വളരെ തിക്കായിരിക്കും. അതിനാൽ സൂര്യപ്രകാശം അല്ലെങ്കിൽ ചൂട് ഡീപ്പായിട്ട് അടിക്കാതിരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ജലനഷ്ടം ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. സസ്യങ്ങളിൽ നിന്നും ജലം ബാഷ്പീകരിച്ച് നീരാവിയായിട്ട് പോകുന്നത് എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളായ സ്റ്റൊമാറ്റകൾ വഴിയാണ്. ഈ കോണിഫേഴ്സിൽ സ്റ്റൊമാറ്റ ഡീപ്പായിട്ടായിരിക്കും കാണപ്പെടുക, അതായത് ഒരു പൗച്ചിനകത്തായിരിക്കും, പൗച്ച് ഫോം ചെയ്തിട്ട് അതിനകത്തായിരിക്കും സ്റ്റൊമാറ്റ കാണപ്പെടുക. അങ്ങനെയുള്ള സ്റ്റൊമാറ്റയാണ് സങ്കൺ സ്റ്റൊമാറ്റ എന്ന് വിളിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളും, അതായത് നീഡിൽ ലൈക്ക് ലീവ്സ്, തിക്ക് ക്യൂട്ടിക്കിൾ, സങ്കൺ സ്റ്റൊമാറ്റ, ഇവയാണ് ജിംനോസ്പേം പ്ലാന്റ്സിൽ കാണപ്പെടുന്ന സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻസ്. ഇത്തരം അഡാപ്റ്റേഷൻസ് വഴി ജലനഷ്ടം ഒഴിവാക്കാൻ സാധിക്കുന്നു. വാട്ട് ഈസ് പോളിനേഷൻ? It is the transfer of pollen grains to the stigma of a pistil is called pollination. ഒരു പൂവിലെ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പരാഗരണുക്കൾ അതേ പൂവിൻ്റെ സ്റ്റിഗ്മാറ്റിക് സർഫസിലോ അല്ലെങ്കിൽ മറ്റ് ഫ്ലവറിൻ്റെ സ്റ്റിഗ്മാറ്റിക് സർഫസിലോ പതിക്കുകയാണെങ്കിൽ പോളിനേഷൻ എന്ന് വിളിക്കുന്നു. വാട്ട് ഈസ് സിൻഗാമി? ഇറ്റ് ഈസ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമെറ്റ്. അതായത് മെയിൽ ഗാമെറ്റുകളും ഫീമെയിൽ ഗാമെറ്റുകളും കൂടിച്ചേരുന്ന പ്രക്രിയയ്ക്കാണ് സിൻഗാമി എന്ന് വിളിക്കുന്നത്. What is primary endosperm nucleus or pen? In angiosperm, during fertilization, one of the male gametes fuses with the diploid secondary nucleus to produce the triploid primary endosperm nucleus or pen. Angiosperm പ്ലാന്റ്സുകളിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുക. ഇവിടെ 2 മെയിൽ ഗാമേറ്റുകൾ ഉണ്ടാകുന്നു. ഒരു മെയിൽ ഗാമേറ്റ് എഗ്ഗുമായി കൂടി ചേർന്ന് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകുമ്പോൾ മറ്റേ മെയിൽ ഗാമേറ്റ് ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസുമായി കൂടി ചേർന്ന് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് വളർന്ന് എൻഡോസ്പേം ആവുകയും അത് വളർന്ന എംബ്രിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. വാട്ട് ഈസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? ഇൻ ആൻജിയോസ്പേംസ് വൺ ഓഫ് ദ മെയിൽ ഗാമേറ്റ് ഫ്യൂസസ് വിത്ത് ദ എഗ് ടു ഫോം സൈഗോട്ട്. ദി അതർ മെയിൽ ഗാമേറ്റ് ഫ്യൂസസ് വിത്ത് ദ ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസ് ടു ഫോം പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ബിക്കോസ് ഓഫ് ദി ഇൻവോൾവ്മെൻറ്റ് ഓഫ് 2 ഫ്യൂഷൻസ് the event is termed as double fertilization. അതായത് ജിംനോസ്പേമുകളിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. 2 തരം ഫെർട്ടിലൈസേഷൻ. 2 മെയിൽ ഗ്യാമേറ്റിൽ ഉണ്ടാകുന്നു. ഒരു മെയിൽ ഗ്യാമേറ്റ് എഗ്ഗുമായി കൂടിച്ചേർന്ന് സൈഗോട്ട് ഉണ്ടാകുന്നു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫ്യൂഷൻ. മറ്റേ മെയിൽ ഗ്യാമേറ്റ് സെക്കൻഡറി ന്യൂക്ലിയസുമായി കൂടിച്ചേർന്ന് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. ഇതാണ് 2ാമത്തെ ഫ്യൂഷൻ. ഇങ്ങനെ 2 ഫ്യൂഷനുകൾ നടക്കുന്നത് കൊണ്ടാണ് ഇത്തരം പ്രക്രിയയ്ക്ക് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുക. ഇത് ആൻജിയോസ്പേം പ്ലാന്റ്സുകളുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. സ്ട്രക്ചർ ഓഫ് എംബ്രിയോ സാക്ക് ഇൻ ആൻജിയോസ്പേം. ഒരു ആൻജിയോസ്പേം എംബ്രിയോ സാക്കിൻ്റെ ഘടന വിവരിക്കുക. ആൻജിയോസ്പേമിൽ ഹൈലി റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫീമെയിൽ ഗാമറ്റോഫൈറ്റിനെയാണ് എംബ്രിയോ സാക്ക് എന്ന് വിളിക്കുക. ഈ എംബ്രിയോ സാക്ക് ഓവ്യൂളിനകത്താണ് കാണപ്പെടുക. ഈ എംബ്രിയോ സാക്കിനകത്ത് ഒരു 3 സെൽഡ് എഗ് അപ്പാരറ്റസ് കാണും. ഇതിൽ മധ്യത്തുള്ളതിനെ എഗ് സെല്ലെന്നും 2 വശങ്ങളിലുള്ളതിനെ സാനർജിഡുകളെന്നും വിളിക്കുന്നു. ഒരെൻഡിലായിട്ട് 3 ആൻറ്റിപോഡൽ സെൽസുകളും മധ്യഭാഗത്തായിട്ട് 2 പോളാർ ന്യൂക്ലിയസും കാണപ്പെടുന്നുണ്ട്. ഈ പോളാർ ന്യൂക്ലിയസ് പിന്നീട് ഒരുമിച്ച് ചേർന്ന് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസായി മാറുന്നു. വാട്ട് ആർ ദി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ഇൻ ആൻജിയോസ്പേംസ്? സൈഗോട്ട് ഡെവലപ്സ് ഇൻറ്റു ആൻ എംബ്രിയോ, pen develops into endosperm, synergids and antipodals degenerate, ovules develop into seeds, ovary develop into fruits. ഫെർട്ടിലൈസേഷന് ശേഷം എംബ്രിയോ സാക്കിനകത്ത് നടക്കുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്തൊക്കെ? 1. സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയി മാറുന്നു. 2. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഡെവലപ്പ് ചെയ്ത് എൻഡോസ്പേമായി മാറുന്നു. സാനർജിഡുകളും ആൻറ്റിപോഡൽസുകളും ഫെർട്ടിലൈസേഷന് ശേഷം ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ നശിച്ചു പോകുന്നു. ഓവ്യൂൾസ് ഡെവലപ്പ് ഇൻറ്റു സീഡ്സ്, അതായത് ഓവ്യൂള് സീഡ് വിത്തുകളായി മാറുന്നു. ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്നു. വാട്ട് ഈസ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ്? ഇൻ ദി
life cycle of any sexually reproducing plant, there is an alternation of generations between gamete producing haploid gametophyte and spore producing diploid sporophyte. തലമുറകളുടെ രൂപാന്തരണം എന്നാൽ എന്ത്? ലൈംഗികമായി പ്രത്യുൽപാദനം നടത്തുന്ന പ്ലാന്റ്സുകളുടെ ജീവിതചക്രത്തിൽ ഒരു ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റും ഒരു ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റും ഒന്നിടവിട്ട് വരുന്നു. ഇങ്ങനെ ഒരു ഗാമറ്റോഫൈറ്റിക് ജനറേഷനും ഒരു സ്പോറോഫൈറ്റിക് ജനറേഷനും ഇടകലർന്ന് അല്ലെങ്കിൽ ഒന്നിടവിട്ട് വരുന്ന പ്രക്രിയയ്ക്കാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് എന്ന് വിളിക്കുന്നത്. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ 3 വിധമുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഹിയർ sporophyte generation is represented only by the one-celled zygote. There are no free-living sporophytes. Meiosis in the zygote results in the formation of haploid spores. The haploid spores divide mitotically and form the gametophyte. The dominant photosynthetic phase in such plants is the free-living gametophyte. This kind of life cycle is called as haplontic. Example, many algae such as Volvox, Spirogyra and some species of Chlamydomonas. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൽ സ്പോറോഫൈറ്റിക് ജനറേഷൻ ഒരു ഡിപ്ലോയിഡ് സൈഗോട്ടിനെ മാത്രം റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഒരു ഫ്രീ ലിവിങ് സ്പോറോഫൈറ്റ് സ്റ്റേജ് ഇല്ല. സൈഗോട്ടിന് മിയോസിസ് നടക്കുകയും ഹാപ്ലോയിഡ് സ്പോർട്സുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇവ വളർന്ന് ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് ഗാമറ്റോഫൈറ്റുകൾ ഉണ്ടാകുന്നു. അതായത് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് സ്റ്റേജും ഒരു ഡോമിനൻ്റ് ഗാമറ്റോഫൈറ്റിക് സ്റ്റേജും ഉള്ള ലൈഫ് സൈക്കിളിനെയാണ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഇൻ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ദ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ഈസ് ദ ഡോമിനൻ്റ് ഫോട്ടോസിന്തറ്റിക് ഇൻഡിപെൻഡൻറ്റ് phase of the plant. The gametophyte phase is represented by the single to few-celled haploid gametophyte. This kind of life cycle is termed as diplontic life cycle. Example, gymnosperms and angiosperms and fucus. Diplontic life cycle ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഒരു ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ആണ് ഡോമിനൻ്റ് സ്റ്റേജ്. ഗാമറ്റോഫൈറ്റ് സ്റ്റേജ് ഗാമറ്റുകളിൽ അല്ലെങ്കിൽ ലിംഗകോശങ്ങളെ മാത്രം റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതായത് ഒരു ഡോമിനൻ്റ് ഡിപ്ലോയിഡ് സ്റ്റേജും ഹാപ്ലോയിഡ് ഗാമറ്റ് സ്റ്റേജും മാത്രമായിട്ടുള്ള ലൈഫ് സൈക്കിളിനെയാണ് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. Third type of alternation of generation is the haplodiploidic life cycle. Haplodiploidic type of life cycle involves the clear alternation of generation between a haploid gametes producing gametophyte and a diploid spore producing sporophyte. Both bryophytes and pteridophytes exhibit this kind of life cycle pattern. Some of the algal genera such as Ectocarpus, Polysiphonia, Kelps, etc. are haplodiploidic. ഹാപ്ലോഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൽ തുല്യ പ്രാധാന്യമുള്ള ഒരു ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റ് സ്റ്റേജും ഒരു ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് സ്റ്റേജും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു തുല്യ പ്രാധാന്യമുള്ള ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റ് സ്റ്റേജും ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് സ്റ്റേജും ഒരു ജീവിയുടെ ജീവിതചക്രത്തിൽ ഓൾട്ടർനേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അത്തരം ലൈഫ് സൈക്കിളിനെയാണ് ഹാപ്ലോഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്.